ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഒരു രോഗിയെ പലരും പലവിധ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമായി വളരെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞ നിർദ്ദേശങ്ങൾ മാത്രമാണ്. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഒരു രോഗി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് നിർദ്ദേശിച്ചിട്ടുള്ള മരുന്നുകൾ കറക്റ്റായി കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് കഴിക്കുക എന്നുള്ളതാണ്. മരുന്നുകളുടെ ഡോസ് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. സാധാരണയായി ഒരു രോഗി ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനാകുന്നത് ചിലപ്പോൾ ഒരു സ്റ്റേബിൾ ആൻജിയോന, അതായത് രോഗിക്ക് നടക്കുമ്പോൾ ഒരു നെഞ്ചുവേദന വരുന്നു, TMT ടെസ്റ്റ് ചെയ്യുന്നു, പോസിറ്റീവ് ആകുന്നു, ആൻജിയോഗ്രാം ചെയ്യുന്നു, ബ്ലോക്ക് കണ്ടെത്തുന്നു, ബ്ലോക്ക് മാറ്റുന്നു. അല്ലെങ്കിൽ രണ്ടാമതൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗിക്ക് ഹൃദയാഘാതം വന്നു, ഹാർട്ട് അറ്റാക്ക് വന്നു, അപ്പോൾ എമർജൻസി ആയി പോയി കാഷ്വാലിറ്റി പോകുന്നു, എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നു, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു. ഈ രണ്ട് രോഗികൾക്കും ഉള്ള റിക്കവറി ടൈമും അതുപോലെ ആശുപത്രി വാസവും വ്യത്യസ്തമായിരിക്കും. ഹൃദയാഘാതം വന്നിട്ടുള്ള ഒരു രോഗിക്ക് ആശുപത്രി വാസം പലപ്പോഴും കൂടുതലായിരിക്കും. ഹൃദയാഘാതത്തിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള സമയം പലപ്പോഴും കൂടുതലായിരിക്കും. അതിനനുസരിച്ചാണ് ആ രോഗിക്ക് എത്ര റെസ്റ്റ് ആവശ്യമുണ്ട് എന്ന് ഡോക്ടർ നിർദ്ദേശിക്കുക. ആദ്യം പറഞ്ഞ രോഗിക്ക് ഒരാഴ്ചക്കുള്ളിലോ രണ്ടാഴ്ചക്കുള്ളിലോ സാധാരണ അയാളുടെ നോർമൽ ഡെയിലി റുട്ടീനിലേക്ക് മടങ്ങി വരാൻ സാധിച്ചേക്കാം. പക്ഷേ ഹൃദയാഘാതം വന്നൊരു രോഗിക്ക് ചിലപ്പോൾ രണ്ടാഴ്ചയോളം കഴിഞ്ഞ് മാത്രമേ അവരുടെ നോർമൽ ഡെയിലി റുട്ടീനിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഹൃദയാഘാതം വന്ന് കൂട്ടത്തിൽ ഹൃദയത്തിന്റെ പമ്പിംഗ് കുറവും കൂടി വന്നൊരു രോഗിക്ക് പലപ്പോഴും ഡോക്ടർമാർ ഒരു മാസത്തോളം വിശ്രമം നിർദ്ദേശിക്കാറുണ്ട്. നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ആവശ്യമായ വിശ്രമം എടുക്കേണ്ടതാണ്. സാധാരണയായി നമ്മൾ ആൻജിയോഗ്രാം അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് കൈത്തണ്ടയിലെ റേഡിയൽ ആർട്ടറിയിൽ കൂടിയാണ്. ചിലപ്പോൾ ചില രോഗികൾക്ക് കാലിലെ ഫീമറൽ ആർട്ടറി എന്ന രക്തക്കുഴലിലൂടെയാണ് ആൻജിയോഗ്രാം അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാറ്. ആൻജിയോഗ്രാം അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ഏത് സൈറ്റിലൂടെയാണ് ആ സൈറ്റിലെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ കൂടുതലായിട്ടുള്ള വേദന വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വെല്ലിങ് വരിക, അല്ല ആ സൈറ്റിൽ നിന്ന് ബ്ലീഡിങ് വരിക, അല്ലെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ കാണുക, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഡോക്ടറുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഒരു രോഗിക്ക് ചിലപ്പോൾ പിന്നെയും നെഞ്ചുവേദന അനുഭവപ്പെട്ടേക്കാം, ശ്വാസം മുട്ടൽ വരിക, ഇരുന്നിട്ട് എണീക്കുന്ന സമയത്ത് തലകറക്കം വരിക, അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഡോക്ടറെ ബന്ധപ്പെടേണ്ടതും ആവശ്യമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതുമാണ്. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ രോഗി എന്ത് തരത്തിലുള്ള ഭക്ഷണം കഴിക്കണം എന്ന് ചോദിക്കാറുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ആയിരിക്കും ഇമ്മീഡിയറ്റ്ലി ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് രോഗിക്ക് അനുയോജ്യം. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെ വെജിറ്റേറിയൻ പ്രാധാന്യമുള്ള ഒരു ഡയറ്റ്. മത്സ്യം ആഹാരം ഉപയോഗിക്കാം, കറി വെച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്, വറുത്തിട്ടും പൊരിച്ചിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഒരു രോഗിയോട് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സമീപനം എങ്ങനെയായിരിക്കണം എന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. ആ ഒരു അവസരത്തിൽ അവരെ അനാവശ്യമായ ഉപദേശങ്ങളും നിർബന്ധങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടിക്കാതിരിക്കുക, കൂടുതൽ മറ്റുള്ളവരുടെ സംഭവ കഥകൾ പറഞ്ഞ് അവരെ ഭീതിപ്പെടുത്താതിരിക്കുക. ശാരീരികവും മാനസികവുമായ ഒരു റെസ്റ്റ് ഈ ഒരു പീരീഡിൽ അവർക്ക് ആവശ്യമുണ്ട്. ആ ഒരു റെസ്റ്റ് അവർക്ക് കൊടുക്കുക. അനാവശ്യമായ നിർദ്ദേശങ്ങൾ കൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അവർ റിക്കവർ ചെയ്യട്ടെ.